ഹലോ വ്യൂവേഴ്സ്, വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് ഉച്ചയ്ക്ക് ഞാൻ കുമ്പളങ്ങയും പരിപ്പ് മുരിങ്ങക്കായും കൊണ്ടിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു കുമ്പളങ്ങയുടെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ നമ്മൾ പുളി നോക്കിയിട്ട് വേണ്ട ഇടാനായിട്ട്. ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങയാണ്, പക്ഷേ ഈ മാങ്ങ നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങ കൂട്ടാൻ്റെ കൂടെ കൂട്ടാൻ. പിന്നെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ തോരപ്പരിപ്പ് 2 കൈപ്പിടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് അരയ്ക്കാനായിട്ട് നാളികേരം ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ജീരകം ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, ഉപ്പ്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ വറുത്തിടാനായിട്ട് ഉലുവ കുറച്ച് മാത്രം ഒരു നുള്ളി ഉലുവ എടുത്തിട്ടുണ്ട്, പിന്നെ 2 വറ്റൽമുളക്, കടുക്. ഇത്ര സാധനമാണ് നമ്മുടെ ഈ കുമ്പളങ്ങയും മുരിങ്ങക്കായും മാങ്ങയും കൂടിയിട്ടുള്ള കൂട്ടാൻ വയ്ക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയല്ലോ. ആദ്യം നമുക്ക് ഈ കുമ്പളങ്ങയും മാങ്ങയും പിന്നെ മുരിങ്ങക്കായും കൂടി ഒന്ന് തൊലിയെല്ലാം ചെത്തിയിട്ട് ഒന്ന് കഴുകിയെടുക്കുക. അതിന് മുമ്പ് നമുക്ക് ഈ പരിപ്പൊന്ന് കുക്കറിൽ അടുപ്പത്ത് വയ്ക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് ഞാൻ സ്റ്റൗ ഒന്ന് കത്തിക്കട്ടെ. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ പരിപ്പ് ഇട്ട് കൊടുക്കുക. പരിപ്പ് 2 വിസിൽ വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ മാങ്ങയും കുമ്പളങ്ങയും കൂടി മുരിങ്ങക്കായും കൂടി ഒന്ന് നുറുക്കിയെടുക്കാം. തിളച്ചിതാവായിരിക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 വിസിൽ വന്നു. നമുക്ക് പരിപ്പ് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങയും മാങ്ങയും മുരിങ്ങക്കായും കൂടി നുറുക്കിയിട്ട് കഴുകിയെടുത്താണ് കേട്ടോ അതിൽ. ഇതിലേക്ക് നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് വേവട്ടെ. ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങക്കായും കുമ്പളങ്ങയും മാങ്ങയും വെന്തോന്ന് നോക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് നാളികേരവും ജീരകവും അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നാളികേരം ജീരകം കൂടി അരച്ചത് ഒഴിച്ചിട്ട് തിളച്ച് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് 2 കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഞാൻ കറിയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ശരിയാണ്, ഉപ്പും എരിവെല്ലാം ശരിയാണ്.
ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിടാനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ വറ്റൽമുളകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഈ കരിയേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും മുരിങ്ങക്കായും മാങ്ങയും കൂടിയിട്ടുള്ള ഒഴിച്ചുകറി റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്